Hi friends, welcome to Excellent Education. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ആണ്. മാത്സ് NCERT ടെക്സ്റ്റ് ക്ലാസ് 9. നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത് ചാപ്റ്റർ 3 വെച്ചിട്ടാണ്, കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് കോർഡിനേറ്റ് ജോമെട്രി എന്താണ്? Coordinate geometry is the branch of mathematics in which geometric problems are solved through algebra by using the coordinate system is known as coordinate geometry. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം. അപ്പോൾ ഇതിലെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കാണാം. അതിലെ എക്സ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അപ്പോസ്ട്രോഫി കണ്ടോ, അത് എക്സ് ഡാഷ് എന്ന് വായിക്കും. അതേപോലെ തന്നെ വൈൻ്റെയും തൊട്ടപ്പുറത്തൊരു അപ്പോസ്ട്രോഫി കാണാം, അതും അങ്ങനെ തന്നെ വായിക്കുക, വൈ ഡാഷ് അഥവാ നെഗറ്റീവ് ആക്സിസ്. The horizontal line x dash x is called the x-axis and the vertical line y dash y is called y-axis. അപ്പോൾ നേരത്തെ നമ്മൾ ഫിഗറിൽ കണ്ടില്ലേ, എക്സ് ഡാഷ് എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. അതേപോലെ ഇതാ ഇവിടെ വൈ ഡാഷ്, ഇത് വൈ ആക്സിസ്. The two axes x dash x and y dash y are known as coordinate axes. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി പറയുന്നതാണ് കോർഡിനേറ്റ് ആക്സിസ്. The point where these two axes intersect each other is called origin and it is denoted by O. നമുക്ക് ഇവിടെ ഒരു O കാണാം, അതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്. രണ്ട് ആക്സിസുകളും ഇൻ്റർസെക്റ്റ് ചെയ്യണ പോയിന്റ്. Since the positive numbers lie on the direction along OX and OY, so OX and OY are called the positive directions of x-axis and the y-axis respectively. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം വൈയും എക്സും, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് വൈയിലേക്ക് പോസിറ്റീവ്, ഒന്ന് എക്സിലേക്ക് ഈ ഡയറക്ഷനിലും പോസിറ്റീവ്, അപ്പോൾ അത് പോസിറ്റീവ് സൈഡ്. The negative numbers lie on the directions along OX dash and OY dash, so OX dash and OY dash are called the negative directions of the x-axis and the y-axis respectively. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ എക്സ് ഡാഷും ഇവിടുത്തെ വൈ ഡാഷും ഈ ഡയറക്ഷൻസ് ഒന്ന് തുടങ്ങണ ഈ ഡയറക്ഷൻസിലേക്ക് പോകുന്നത് നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസും നെഗറ്റീവ് y axis. The perpendicular distance from the y axis measure along the x axis is called x coordinate or abscissor. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ y ആക്സിസിലെ 3 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഒരു വര ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലെ മെഷർമെൻ്റായ O2 ആ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസും സെയിം ആയിരിക്കും. അപ്പോൾ ആ എക്സ് കോർഡിനേറ്റായ 2 അതിനെ എക്സ് കോർഡിനേറ്റ് അഥവാ ആബ്സിസ എന്ന് പറയും.
അടുത്ത പോയിന്റ്, the perpendicular distance from the x-axis measured along the y-axis is called y-coordinate or ordinate. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ ഈ ലൈനും പെർപെൻഡിക്കുലർ അല്ലേ, അപ്പോൾ ആ രണ്ട് ലൈൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോർഡിനേറ്റിനെ വൈ കോർഡിനേറ്റ് അഥവാ ഓർഡിനേറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഇവിടെ 3 ആണ്. അടുത്ത പോയിന്റ്, ഇൻ സ്റ്റേറ്റിംഗ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഇൻ ദ കോർഡിനേറ്റ് പ്ലെയിൻ, the x coordinate comes first and then the y coordinate. We place coordinates in brackets, that is x, y. ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ എഴുതുന്നില്ലേ, അത് ഫസ്റ്റ് നമ്മൾ 2 എഴുതുന്നത് എക്സ് കോർഡിനേറ്റില്ലേ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എഴുതുക ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ്, പിന്നെ കോമ ഇട്ടിട്ട് വൈ കോർഡിനേറ്റ്, അങ്ങനെയാണ് എഴുതുക എന്ന് പറയുന്നതാണ്. അത്ര മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അടുത്ത പോയിന്റ്, ഒറിജിൻ ഹാസ് 0 ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ ആക്സിസ് so that its abscissa and ordinate both are 0. Therefore, the coordinates of origin are 0, 0. ഇവിടെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഓൻ്റെ വാല്യൂ ആണ് അഥവാ കോർഡിനേറ്റ്സ്. അപ്പോൾ അവിടുത്തെ എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും കോർഡിനേറ്റ്സ് നോക്കുമ്പോൾ അവിടുത്തെ കോർഡിനേറ്റ്സ് 0, 0 എന്നാണ് വരിക. നമുക്കടുത്ത എക്സാമ്പിളിലേക്കാണ് ഇനി പോകുന്നത്. എക്സാമ്പിൾ 1, ഫിഗർ ഇതാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് ബി ആർ. അപ്പോൾ പോയിന്റ് ബി ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം 4, 3 ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പോലെ തന്നെ ഫസ്റ്റ് എക്സ് ആക്സിസ് നോക്കാം. എക്സ് ആക്സിസിൽ എമ്മിൻ്റെ പോയിൻ്റ് ഇപ്പോൾ കണ്ടുപിടിക്കാം. എമ്മിൻ്റെ പോയിൻ്റ് ഇതാ ഇവിടെ -3 ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ അത് 4 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുക ഇങ്ങനെയാണ്, -3, 4. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുക. അടുത്തത് നമുക്ക് എൽ എന്ന അക്ഷരത്തിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എക്സ് ആക്സിസ് നിന്ന് കണ്ടുപിടിക്കാം. -5 ആണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ -4. അപ്പോൾ -5, -4. എസിൻ്റെ കോർഡിനേറ്റ്സ് ഫസ്റ്റ് എക്സ് ആക്സിസ് നിന്ന് തുടങ്ങാം. അവിടെ 3 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ -4. അപ്പോൾ 3, -4. നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. എക്സാമ്പിൾ 2, write down the coordinates of each of the points A, B, C, D and E as shown in the following figure. ചോദ്യം ഇതാണ് ഫിഗർ. ഫസ്റ്റ് നമുക്ക് എന്റെ കണ്ടുപിടിക്കാം. എ ഇവിടെ ഉണ്ട്,
ഇതിൻ്റെ ഫസ്റ്റ് എക്സ് ആക്സിസിലെ കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിൽ -6 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ 5. അപ്പോൾ -6,5. അടുത്തത് നമുക്ക് ബി ഇതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എക്സ് ആക്സിസിൽ നിന്ന് അവിടെ 5 മാർക്ക് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ 4. അപ്പോൾ 5,4. അടുത്തത് നമുക്ക് സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. സിൻ്റെ എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ 2. അപ്പോൾ -3,2. അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ഡിയിലേക്ക് കിടക്കാം. ഡിൻ്റെ എക്സ് ആക്സിസിൽ 2 കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ -2. അപ്പോൾ 2,-2. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക. പിന്നെ ഇനി അടുത്തത് ഇയിലേക്ക് കിടക്കാം. ഇൻ്റെ എക്സ് ആക്സിസിൽ -1 കൊടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ -4. അപ്പോൾ -1,-4. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. Bye.